ഇതിലും ഇപ്പോഴും ഗവേഷകർ പറയുന്നത് കടലിന്റെ ആകെ 20% മാത്രമേ എക്സ്പ്ലോർ ചെയ്തിട്ട് കണ്ടിട്ടുള്ളൂ. ഇനിയും 80% അൺഎക്സ്പ്ലോർഡ് ആയിട്ട് ടെറിട്ടറി ആയിട്ട് കടലിൻ്റെതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പലപ്പോഴും നിങ്ങളെ പോലുള്ള വ്ളോഗേഴ്സ് ആണ് കടലിന്റെ ഉള്ളിലത്തെ നമ്മൾ കാണാത്ത ജീവികളെ, മത്സ്യങ്ങളെ ഒക്കെ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ അവരെ കൂടുതൽ എക്സ്പോസ് ചെയ്യുമ്പോഴേ അങ്ങനെയുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് ഒരു കൗതുകം ഉണ്ടാക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമാവോ? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എഡ്വിൻ? ഇല്ലില്ല, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ പലരും എൻ്റെ അടുത്ത് അതായത് മെസ്സേജ് അയച്ച് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പൊ കരയിലുള്ള തന്നെ പല ജീവികളും വേറൊരു പേരിൽ കടലിലുണ്ട്. ഇപ്പൊ തവള, അതുപോലെ തന്നെ പഫർ ഫിഷ്, മുള്ളം പന്നി, അങ്ങനെ പല പേരിൽ കടലിലുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഈ മത്സ്യകന്യകനെ കണ്ടിട്ടുണ്ടാന്നൊക്കെ ഒരുപാട് പേരെന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയാം, അതൊരു മിത്താണല്ലോ ശരിക്കും. അങ്ങനെ ഉണ്ട്, അത് തെളിയിച്ചതായിട്ടൊന്നും നമുക്കറിയില്ല. ശരിക്കും അതൊരു കെട്ടുകഥ പോലെയാണ് നമ്മളിങ്ങനെ കേട്ടേക്കണത്. അപ്പൊ ഞാനും കടലിൽ പോകുമ്പോ ഈ ഡീപ് സീലൊക്കെ പോയ സമയത്ത് പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഇനി എങ്ങാലും അതുണ്ടാ. കാരണം ഇത്രയും വിസ്തീർണമായിട്ട് ഇങ്ങനെ കിടക്കുകയാണല്ല, 4 സൈഡ് നോക്കിക്കഴിഞ്ഞാലും വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇൻ കേസ് ഇത് സംഭവമൊക്കെ ഉണ്ടാ, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 70% ചേട്ടൻ പറഞ്ഞ പോലെ കടലിൽ ഇപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്തോരമാണ്, എന്തൊക്കെയാണ് അതിന്റെ നിഗൂഢതകൾ. കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ കാരണം അതിന്റെ ആ ഒരു സമ്മർദ്ദം തന്നെയാണ്. ആ ഒരു ഓവറായിട്ടുള്ള പ്രഷർ കാരണം നമുക്ക് അടിയിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റാത്തത്. നമുക്ക് കണ്ടുപിടിക്കാത്ത ഇഷ്ടംപോലെ സംഭവങ്ങൾ കടലിലുണ്ട്.